ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സാറ്റർഡേ ആണ്. ക്ലാസ്സിലുള്ളവർ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആസ് എ സ്റ്റുഡൻറ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് കോളേജ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് തന്നെ. ഞങ്ങൾക്ക് ക്ലാസ് ആണെങ്കിൽ ഡെയിലി ഉണ്ട്. ആകെ കിട്ടുന്നത് സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും മാത്രമാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു 9:30 ഒക്കെ ആയി എഴുന്നേറ്റപ്പോൾ. ആകെ കിട്ടിയ ഡേ അല്ലേ, കുറച്ച് കിടന്നങ്ങ് ഉറങ്ങി. എഴുന്നേറ്റ് ഫ്രഷായി, മുടിയൊക്കെ ഒന്ന് ടൈ ചെയ്തു. മുടിയായിട്ടുള്ളൊരു യുദ്ധം പറയണ്ടേ, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കെട്ടിവെച്ചാലും അതാ ലംബായി കിടക്കൂ. എന്നും രാവിലെ ചെയ്യുന്ന പോലെ തന്നെ മുടിയൊക്കെ കെട്ടി സ്കിൻ കെയർ ചെയ്യുക. ജസ്റ്റ് മോയ്സ്ചറൈസർ സെറം തന്നെ അപ്ലൈ ചെയ്യും. പിന്നെ ഈ ക്ലൈമറ്റ് ഇവിടുത്തെ അത്ര ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യാതെ ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റൂല. പിന്നെ ഒരു ലിപ് ബാമും മസ്റ്റാണ്. +2 പഠിച്ചിരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യൂലായിരുന്നു. ആ ടൈം സ്കിന്നും ഓക്കെ ആയിരുന്നു. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നേരെ പോയി ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു. മടക്കാനുള്ളതൊക്കെ മടക്കിയും വെച്ചു. ഇനി നേരെ പുട്ടുണ്ടാക്കാൻ പോലാണ് പരിപാടി. അപ്പം ഇനി അങ്ങോട്ട് പോവാം. ഇനി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. എല്ലാ ദിവസവും തട്ടിക്കുട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യാറ്. ഇന്നെന്തോ പുട്ട് കഴിക്കാൻ തോന്നുന്നു, സോ പുട്ടുണ്ടാക്കാന്ന് വെച്ചു. അങ്ങനെ അരിമാവ് എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ചു. വിസിൽ മാറ്റി. നമുക്ക് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ വിസിൽ മാറ്റണമല്ലോ. അതും മാറ്റി മാവൊക്കെ നിറച്ചു. അങ്ങനെ അത് വേവിക്കാൻ വെച്ചു. കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് എന്തായാലും വെക്കേണ്ടി വരും. അതിനുശേഷം പുട്ട് റെഡിയായി. അതും പഴവും പഞ്ചസാരയും കൂട്ടി അങ്ങ് പിടിച്ചു. വീട്ടിലാണെങ്കിൽ എന്തൊക്കെ കിട്ടും: ദോശ, അപ്പം, പുട്ട്, കടലക്കറി. ഇവിടെ ഇപ്പം ഇതൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ ഫയൽ എഴുതാനുള്ള സാധനം മേടിക്കാൻ വേണ്ടി ഒന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് റെഡിയായി ഞങ്ങൾ നേരെ ഇറങ്ങി കടയിലേക്ക് പോവുകയാണേ. ഈ സെമ്മിൽ 3 ഫയൽ ഓൾറെഡി എഴുതാനുണ്ട്, അതുകൊണ്ട് ഒരെണ്ണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇരുന്നത്. പിന്നെ കിട്ടിയ സാറ്റർഡേ ഇങ്ങനെ എഴുതിയൊക്കെ തീർന്നു പോവും. അവിടുന്ന് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. എന്തൊരു വെയിലാണ്, വെയിലോട് വെയിൽ. സൺസ്ക്രീൻ ഇട്ടില്ല, ടാൻ അടിക്കുന്നുള്ളൂ. പീഡിയാട്രിക്കിന്റെ ഒരു അസസ്മെന്റ് പേപ്പർ എടുക്കണമായിരുന്നു, അതെടുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് നടന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റെപ്പിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു 18-ാം പടിയാ. അങ്ങനെ റൂമിലെത്തി എഴുതാനുള്ളതുമായിട്ട് ഇരിപ്പായി. ഒരു ഫയൽ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 100-300 പേപ്പറെങ്കിലും തീരും. അത്രയും ഇരുന്ന് എഴുതേണ്ട വരും. അതുകൊണ്ട് തന്നെ ഫുഡ് പോലും കഴിക്കാതിരുന്ന് എഴുതേണ്ട വന്നു. ഞങ്ങൾ ഫുഡ് എടുക്കാൻ താഴെ പോവാണേ. എല്ലാ ദിവസവും ഈ 18-ാം പടി കയറി ഇറങ്ങാം. 5th ഫ്ലോർ ആയതുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാം. താഴെ വന്നപ്പോൾ ആരാ എന്താ ഏതാ ഒന്നും അറിയില്ല. ഒരാൾ വന്നിട്ട് ചോദിക്കുക, നഴ്സിംഗ് ആണോ പഠിക്കുന്നത്? കോട്ടെ 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 കോട്ടെ. താങ്ക് യു. എന്തിന്? ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിയാണോ? കറിയല്ല, മറ്റേ ഡ്രൈ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതാണ് ഞങ്ങളുടെ ചേച്ചിയുടെ മകൾ. അതെ, കള്ളക്കുറി ഇട്ട് നിക്കാണ് ഗൈസ്. ഒന്നും പറ്റിയില്ലെന്ന്. പോസ്റ്റ് ചെയ്തില്ല കേട്ടോ. ടാറ്റാ. ഇതാണ് ഞങ്ങളുടെ ടെറസ്. കഴിക്കാനുള്ള ഫുഡ് കണ്ടപ്പോഴത്തേക്ക് സമാധാനമായി. പക്ഷെ വല്ലാണ്ട് ലേറ്റ് ആയി. ടൈം എന്തായാലും പോയി കുറെ. നമുക്കിന്ന് ചോറും ബീട്രൂട്ടും നാരങ്ങാച്ചാറും ചിക്കൻ കറിയും പിന്നെ സാമ്പാറുണ്ട് ഗൈസ്. ഫുള്ള് എടുത്തായതുകൊണ്ട് തന്നെ ഇപ്പം അവിടെ വെച്ചോ. ഇപ്പൊ സമയം 3:07. നമ്മളിതൊക്കെ എഴുതി ഒരു സമയം വരെ ഇരുന്നു. വിശന്ന് കുഴഞ്ഞു. സമയം എത്രയും 3:10 കഴിഞ്ഞു. കുറച്ചുകൂടെ ഒക്കെ ഉള്ളു കേൾക്കാന്. അപ്പുറത്തെ ആളിലാണ് അവിടെ പോയി ചെയ്തായിരുന്നു. ഞാൻ ചേച്ചാ സ്റ്റെപ്പ് ഇറങ്ങിയിരുന്നാലും ഇരുന്നിട്ട് ഇങ്ങനെ കുനിയുമ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉറക്കം വേണം. കുറെ നേരം ഇരുന്ന് എഴുതി ടയേർഡായി. ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ പിന്നെ ഇനി കുറച്ചു നേരം ഉറങ്ങാം. അവളെന്തായാലും കിടന്നു. അപ്പൊ ഈവനിങ് കാണാം. ഈവനിങ് ആയോടി. അത് ശരിയാ, 3:30 ആയി. എന്നാലും കുഞ്ഞായിട്ട് അല്ല, ചെറുതായിട്ട് ഉറങ്ങിയിട്ട് വരാം. അങ്ങനെ ഈവനിങ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ 5 മണിയൊക്കെ ആവാറായി. അപ്പോഴാ ആലോചിച്ച കുറെ തുണികൾ കഴുകാനിരിക്കുകയാണല്ലോ. കോളേജിൽ ഈ ആഴ്ചത്തെ യൂണിഫോമും കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പൊ തുണി കഴുകാൻ പോവുക. കുറച്ചേ ഉള്ളൂ കഴിയാൻ. സൂപ്പർ മാർക്കറ്റിൽ പോവില്ല, തുണി കഴുകാൻ പോവുക.
തുണി കുറച്ചു നേരം വെള്ളത്തിൽ നനച്ചു വെച്ചു. ആ ടൈം കൊണ്ട് തലയിൽ കുറച്ച് എണ്ണ തേക്കാന്ന് വെച്ചു. കുറേ ദിവസമായിട്ടൊന്നും തേക്കണില്ല, മുടിയാകെ ഇതായി കിടക്കുക. വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങ് തേക്കാന്ന് വെച്ചു. അത്യാവശ്യം എല്ലായിടത്തും എത്തുന്ന പോലെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി. മുടിയൊക്കെ നല്ലപോലെ കൊഴിയുന്നുണ്ട്. ഉമ്മച്ചാമ ഉണ്ടാക്കി തന്ന എണ്ണ ഇപ്പം തേക്കുന്നത്. മുമ്പ് ഞാൻ വെളിച്ചെണ്ണയായിരുന്നു തേക്കുന്നത്. എന്നിട്ട് ഞാൻ പോയി തുണിയൊക്കെ കഴുകി. ടെറസിലാണ് ഞങ്ങൾ തുണി വിരിക്കാറ്. അങ്ങനെ എല്ലാം കൊണ്ട് വിരിച്ചിട്ടു. തുണിയും കഴുകി, കുളിയും കഴിഞ്ഞു. ഇനി മുടി ഉണങ്ങണം. ഇനി ഈ മുടി ഉണങ്ങുന്ന പരിപാടി കുറച്ചധികം ചടങ്ങ് തന്നെയാണ്. പിന്നെ കുളിച്ച് കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്നിടുക. ഇതൊക്കെ തന്നെ ഞാനും ചെയ്യാറ്. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് നേരെ ടെറസിലോട്ട് പോയിരുന്നു. കുറച്ച് നേരം ഈവനിങ് അവിടെ ഇരിക്കുക നല്ല രസമായിരിക്കും. മുടിയും കുറച്ച് ഉണങ്ങും. ഈവനിങ് വ്യൂ എന്തായാലും ഇവിടുത്തെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോ രീതിയിലായിരിക്കും സ്കൈ. സണ്ണിന് എന്തായാലും കാണുന്നില്ല, സണ്ണ് പോവാറായി തോന്നുന്നു. എന്നത്തെ പോലെ ഇന്നത്തെ ഈവനിങ് വിശപ്പിന്റെ വിളിയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഈ നൂഡിൽസ് ഇരുന്നതുകൊണ്ട് തന്നെ ഉണ്ടാക്കി അങ്ങ് കഴിച്ചു. ഗൈസ്, ഇവളിൽ ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല, കാണിച്ചല്ല, വീഡിയോയിൽ നമുക്ക് കാണാം. എന്നെ ഒരു പാട്ട് പാടി എന്നെ പാടന്നെ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ലേ? കമന്റ് ചെയ്യണേ. എന്തിനെ പാടിക്കോ. ഏതാ പാടുന്നേന്ന് പറ, ഞാനും പാടാം. പക്ഷെ നിങ്ങൾ ഓടരുത് കേട്ടിട്ട്. ഒരു പാട്ട് പറ. അപ്പൊ ഗൈസ്, അന്ന ഒരു ലിപ്സ്റ്റിക്കോ ലിബാം എന്തോ ഇടാ പോയിരിക്ക. അപ്പൊ പാടുന്ന പാട്ട് ഏതാന്ന് പറ. നീ പറയടി മോളെ. പാട്ടുകാരി എന്താന്ന് ഓൾവേസ്. ഞാൻ പാടിയാലേ അപ്പുറത്തുള്ളവരൊക്കെ ഇറങ്ങി ഓടും. അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവര്. ഞാൻ പാടും ബാത്റൂമിൽ. വെറുതെ പറഞ്ഞല്ല, ഞാൻ പാടും. പക്ഷെ ബാത്റൂമിലാണ്. ഐ ആം എ ബാത്റൂം സിംഗർ. ഞാനും ബാത്റൂമില് പാടാറുള്ളൂ. അല്ലല്ല, ഇവിടെ കള്ളം പറയും. ഇവിടെ പാടും. ഇവിടെ കോളേജ് മെയിന്. അയ്യോ, എന്നെ ഉറുമ്പടിച്ച്. എന്നെ ഇവിടെ കടിച്ച്. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകിക്കെട്ടിയ കർണനായി നാടിന് മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരു നീ. കുടിൽ മെയ്യുവാൻ മുകിലുകൾ, അതിൽ മാറി ചുവരുകൾ, നിനക്കൊരു കുടം കുളിരുമായി പുതുമഴ മണി മഴവരവായി. ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. ദൈവം എങ്ങനെ. അപ്പൊ ഗൈസ്, അന്നയുടെ പാട്ട് കേട്ടല്ലോ, അന്നയുടെ ടാലന്റ് കണ്ടല്ലോ. എന്നിട്ടാ നാറി പറയുന്ന ഞാന്. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നി എന്തായാലും ഓർഡർ ചെയ്തു, കഴിച്ചു നോക്കാം. ഈസി ബൈറ്റ്സിൽ ലോഡഡ് ഫ്രൈസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് അൽബൈനിലെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്റെ രുചി കിട്ടുന്നില്ല. ഇതെന്താ ഫുള്ള് ചിക്കൻ്റെ. ഈസി ബൈറ്റ്സ് ഒന്നല്ല. എനിക്ക് ഇഷ്ടമായോ? അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് പോരായ്മകളൊക്കെ എന്തായാലും കാണും. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.